ഒന്ന് സങ്കൽപ്പിക്കൂ, അടുത്ത വർഷം ജനുവരിയിൽ നിങ്ങൾ ഒരു പുതിയ കാറ് വാങ്ങാൻ പോകുന്നു. ലോണിന്റെ എല്ലാ പേപ്പറും ശരിയാണ്. മാസങ്ങളായി നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ അവസാന നിമിഷം ബാങ്കിൽ നിന്ന് പറയുന്നു, ക്ഷമിക്കണം, നിങ്ങളുടെ പാൻ കാർഡ് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ലോൺ തരാൻ പറ്റില്ല. എന്തായിരിക്കും അവസ്ഥ? നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യാത്തതുകൊണ്ട് സംഭവിക്കാവുന്ന ഒരു യഥാർത്ഥ പ്രശ്നമാണിത്. അതാണ് പാൻ ആധാർ ലിങ്കിംഗ്. അതെ, ഇതൊരു സാങ്കല്പിക ഉദാഹരണമല്ല. പലരും കരുതുന്നത് തങ്ങളുടെ പാൻ എപ്പോഴോ ആധാറുമായി ലിങ്കായിട്ടുണ്ടെന്നാണ്. അതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. ശരിയാണ്. ഡിസംബർ 31, 2025 അവസാന തീയതി. അതിനുശേഷം, അതായത് ജനുവരി 1, 2026 മുതൽ ലിങ്ക് ചെയ്യാത്ത പാൻ കാർഡുകൾ പ്രവർത്തനരഹിതമാകും, ഇനോപ്പറേറ്റീവ് ആകും. അതെ, നമ്മളിന്ന് ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ സംസാരിക്കുന്നത് ആ 1000 രൂപ പിഴയെക്കുറിച്ച് പേടിപ്പിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ സാമ്പത്തിക ജീവിതം സ്തംഭിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ശരിയാണ്. ഈ വിഷയം ഇപ്പോൾ വീണ്ടും ചർച്ചയാകാൻ ഒരു കാരണമുണ്ട്. ഡെഡ്ലൈൻ പലതവണ നീട്ടിത്തന്നതുകൊണ്ട് പലരും ഇത് മറന്നുപോയി. എന്തുകൊണ്ടാണ് സർക്കാർ ഇത്രയധികം നിർബന്ധം പിടിക്കുന്നത്? എന്തിനാണ് ഈ ലിങ്കിംഗ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഇതിന്റെ തുടക്കം നികുതി വെട്ടിപ്പും കള്ളപ്പണവും തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. ഓക്കെ. ഒരാൾക്ക് ഒന്നിലധികം പാൻ കാർഡുകൾ ഉണ്ടാക്കി സാമ്പത്തിക ഇടപാടുകൾ പലതായി വിഭജിച്ച് നികുതി കുറയ്ക്കുന്ന ഒരു രീതി പണ്ടേ ഉണ്ടായിരുന്നു. അത് കേട്ടിട്ടുണ്ട്. ആധാർ വന്നതോടെ ഓരോ വ്യക്തിക്കും ഒരു യുണീക്ക് ഐഡന്റിറ്റി നമ്പറായി. അപ്പോ ഒരു ആധാറിന് ഒരു പാൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നാൽ വ്യാജ പാൻ കാർഡുകളെയും ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡുകളെയും ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പൊ സുതാര്യത വർദ്ധിപ്പിക്കാനാണ്? അതെ, എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഒരൊറ്റ ശൃംഖലയിൽ കൊണ്ടുവരാനും ഇത് സഹായിക്കും. ശരി. പക്ഷേ എല്ലാവരും ഇത് ചെയ്യേണ്ടതുണ്ടോ? ചിലർക്കെങ്കിലും ഇളവുകൾ ഉണ്ടാകുമല്ലോ. തീർച്ചയായും. ആർക്കാണ് ഇളവെന്നറിയുന്നത് വളരെ പ്രധാനമാണ്. കാരണം ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നിലവിലുണ്ട്. ആർക്കൊക്കെയാണത്? 4 വിഭാഗക്കാർക്കാണ് നിലവിലെ ഇളവുള്ളത്. 1, നോൺ റെസിഡന്റ് ഇന്ത്യക്കാർ അഥവാ NRIകൾ. ഓക്കെ. 2, ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർ. 3, 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ. 80 വയസ്സിന് മുകളിലുള്ളവർക്കും വേണ്ട. അതെ. 4ാമതായി അസം, മേഘാലയ, ജമ്മു ആൻഡ് കശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലെ താമസക്കാർ. ഈ 4 വിഭാഗത്തിൽപ്പെടാത്ത ഇന്ത്യയിൽ താമസിക്കുന്ന 80 വയസ്സിൽ താഴെയുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഇത് നിർബന്ധമാണ്. അപ്പോൾ എൻ്റെ ഒരു സംശയം, എൻ്റെ പാൻ കാർഡ് വളരെ പഴയതാണ്, ആധാർ വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പെടുത്തതാണ്. അങ്ങനെയുള്ള കാർഡുകൾ ഓട്ടോമാറ്റിക്കായി ലിങ്ക് ആകാൻ സാധ്യതയുണ്ടോ? ഇല്ല, അതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. നിങ്ങളുടെ പാൻ കാർഡ് എത്ര പഴയതാണെങ്കിലും അത് ഓട്ടോമാറ്റിക്കായി ആധാറുമായി ലിങ്ക് ആകില്ല. അതുപോലെ വർഷങ്ങൾക്ക് മുൻപ് എപ്പോഴോ ഒരു SMS അയച്ച് ലിങ്ക് ചെയ്തെന്നോർക്കുന്നവരുണ്ടാകാം. അതൊരു താൽക്കാലിക സംവിധാനം മാത്രമായിരുന്നു. ശരി. ഇപ്പോൾ ഏറ്റവും സുരക്ഷിതമായ മാർഗം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി നിലവിലെ സ്റ്റാറ്റസ് നേരിട്ട് പരിശോധിക്കുക എന്നതാണ്. ഓക്കെ. സ്റ്റാറ്റസ് നോക്കി അവിടെ നോട്ട് ലിങ്ക്ഡ് എന്ന് ചുവന്ന അക്ഷരത്തിൽ കണ്ടാൽ തന്നെ പലരുടെയും നെഞ്ചിടിക്കും. ആ പേടി മാറ്റാൻ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കൃത്യമായി പറയാം. ഇത് കേൾക്കുന്നവർക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. വെറും 2 മിനിറ്റ് മതി സ്റ്റാറ്റസ് അറിയാൻ. ആദ്യം ഇൻകം ടാക്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.incometax.gov.in പോവുക. ഓക്കെ. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ പല ലിങ്കുകളും വരാം. പക്ഷേ എപ്പോഴും ഈ ഒരു വെബ്സൈറ്റ് വിലാസം തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. www.incometax.gov.in. അത് വളരെ പ്രധാനമാണ്. കാരണം ഈ പ്രോസസ്സ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു അപകടമുണ്ട്. ഔദ്യോഗിക സൈറ്റിന് പകരം ഗൂഗിളിൽ കാണുന്ന വ്യാജ ലിങ്കിൽ കയറി പണി കിട്ടാൻ സാധ്യതയില്ലേ? ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന കാലമാണല്ലോ. തീർച്ചയായും. നിങ്ങളുടെ പാൻ, ആധാർ, ഫോൺ നമ്പർ എന്നിവയെല്ലാം വളരെ സെൻസിറ്റീവായ വിവരങ്ങളാണ്. അതുകൊണ്ട് വെബ്സൈറ്റ് അഡ്രസ് ഒന്നുകൂടി ഉറപ്പിക്കുക. www.incometax.gov.in. ശരി. ആ വെബ്സൈറ്റിന്റെ ഹോം പേജിൽ തന്നെ ക്വിക്ക് ലിങ്ക്സ് എന്നൊരു ഭാഗം കാണാം. ക്വിക്ക് ലിങ്ക്സ്. അതെ. അതിൽ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓക്കെ. ക്വിക്ക് ലിങ്ക്സിൽ ലിങ്ക് ആധാർ സ്റ്റാറ്റസ്. അടുത്ത പേജിൽ നിങ്ങളുടെ പാൻ നമ്പരും ആധാർ നമ്പരും ടൈപ്പ് ചെയ്യാനുള്ള 2 കോളങ്ങൾ വരും. അത് തെറ്റാതെ നൽകിയ ശേഷം താഴെയുള്ള വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ സ്ക്രീനിൽ കാണാം നിങ്ങളുടെ പാൻ ആധാറുമായി ലിങ്ക്ഡ് ആണോ അല്ലയോ എന്ന്. വളരെ സിമ്പിളാണ്. അപ്പോൾ വെറും 2 വിവരങ്ങൾ, പാനും
ആധാറുമുണ്ടെങ്കിൽ ആർക്കും സ്വന്തം ഫോണിൽ തന്നെ ഇത് ചെക്ക് ചെയ്യാം. അതിനായി പുറത്തൊരിടത്തും പോകേണ്ട ആവശ്യമില്ല. ഒരാവശ്യവുമില്ല. ഇനി അവിടെ നോട്ട് ലിങ്ക്ഡ് എന്ന് കണ്ടാൽ എന്ത് ചെയ്യണം? പിഴ അടയ്ക്കേണ്ടി വരുമല്ലോ. അതെ, 1000 രൂപയാണ് നിലവിലെ പിഴ. അതും ഇതേ വെബ്സൈറ്റ് വഴി തന്നെയാണ് അടയ്ക്കേണ്ടത്. പേടിക്കണ്ട, അതും നമുക്ക് ഘട്ടം ഘട്ടമായി പറയാം. ഓക്കെ. ഹോം പേജിലെ ക്യുക്ക് ലിങ്ക്സിൽ തന്നെ ഇ പേ ടാക്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ലിങ്ക് ചെയ്യുന്നതിന് മുൻപ് പിഴ അടയ്ക്കണം. കൃത്യമായി പറഞ്ഞാൽ പിഴയടച്ച ശേഷമേ ലിങ്കിംഗ് പ്രോസസ് പൂർത്തിയാക്കാൻ സാധിക്കൂ. ശരി. ഇ പേ ടാക്സ് പേജിൽ നിങ്ങളുടെ പാൻ നമ്പർ 2 തവണ നൽകി മൊബൈൽ നമ്പറും കൊടുത്ത് ഒരു OTP വഴി വെരിഫൈ ചെയ്യണം. അതിനുശേഷം വരുന്ന പേജിൽ ഇൻകം ടാക്സ് എന്ന ഓപ്ഷനിൽ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അവിടെയാണ് പലർക്കും സംശയം വരാൻ സാധ്യത. അതെ, അടുത്ത പേജിൽ അസസ്മെന്റ് ഇയർ, ടൈപ്പ് ഓഫ് പേയ്മെന്റ് എന്നിങ്ങനെ 2 കാര്യങ്ങൾ തിരഞ്ഞെടുക്കണം. അസസ്മെന്റ് ഇയർ എപ്പോഴും ഏറ്റവും പുതിയത് തിരഞ്ഞെടുക്കുക, അതായത് 2025-26. ഓക്കെ, ലേറ്റസ്റ്റ്. അടുത്തതാണ് ഏറ്റവും പ്രധാനം, ടൈപ്പ് ഓഫ് പേയ്മെന്റ്. അവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാം. അതിൽ തെറ്റാതെ 500 അതർ റെസീപ്റ്റ്സ് എന്ന കോഡുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. ഒന്ന് നിർത്തിക്കോട്ടെ. ഈ 500 അതർ റെസീപ്റ്റ്സ് എന്നത് വളരെ പ്രധാനമാണ്, അല്ലേ? പലരും അഡ്വാൻസ് ടാക്സോ സെൽഫ് അസസ്മെന്റ് ടാക്സോ ഒക്കെ തെറ്റായി തിരഞ്ഞെടുത്താൽ ആ പണം വേറെ ആവശ്യത്തിലേക്ക് പോകും. അതെ, ലിങ്കിങ്ങിനുള്ള പിഴയായി അത് കണക്കാക്കില്ല. അപ്പോൾ പണം നഷ്ടമാവും, ലിങ്കിങ്ങും നടക്കില്ല, അല്ലേ? അതാണ് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് 500 അതർ റെസീപ്റ്റ്സ് എന്നത് ഉറപ്പുവരുത്തുക. അതിനുശേഷം 1000 രൂപ പിഴയായി അടയ്ക്കുക. നെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ്, UPI തുടങ്ങി പല ഓപ്ഷനുകളും അവിടെയുണ്ട്. പണമടച്ച ഉടനെ ലിങ്ക് ചെയ്യാൻ സാധിക്കുമോ? അതോ കാത്തിരിക്കണോ? അവിടെയാണ് പലർക്കും അബദ്ധം പറ്റുന്നത്. ഈ പേയ്മെന്റ് ഇൻകം ടാക്സ് പോർട്ടലിൽ അപ്ഡേറ്റ് ആകാൻ ഒരു 4-5 ദിവസം വരെ സമയമെടുത്തേക്കാം. ഓഹോ, അത്രയും സമയമെടുക്കുമോ? അതെ, അതുകൊണ്ട് പണമടച്ച ഉടൻ ലിങ്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ പേയ്മെന്റ് ഡീറ്റെയിൽസ് നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കും. അപ്പോൾ കുറഞ്ഞതൊരു 4 ദിവസമെങ്കിലും കാത്തിരിക്കണം. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? അതെ, 4-5 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വെബ്സൈറ്റിലെ ഹോം പേജിലുള്ള ക്യുക്ക് ലിങ്ക്സിൽ നിന്ന് ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇത്തവണ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനല്ല, ലിങ്ക് ആധാർ എന്ന ഓപ്ഷനാണ്. ഓക്കെ, ലിങ്ക് ആധാർ. അവിടെ നിങ്ങളുടെ പാൻ നമ്പറും ആധാർ നമ്പറും നൽകുമ്പോൾ നിങ്ങളുടെ പേയ്മെന്റ് വെരിഫൈ ആയതുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ ആധാറിലെ പേരും മറ്റു വിവരങ്ങളും ശരിയാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു 6 അക്ക OTP വരും. അത് നൽകി സബ്മിറ്റ് ചെയ്യുന്നതോടെ ലിങ്ക് ചെയ്യാനുള്ള അപേക്ഷ പൂർത്തിയാകും. ഈ പ്രോസസ്സിൽ പലർക്കും നേരിടാൻ സാധ്യതയുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. പാനിലെ പേരും ആധാറിലെ പേരും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഉദാഹരണത്തിന് പാനിൽ VK ഗോപിനാഥ് എന്നും ആധാറിൽ വേണുഗോപാൽ കൃഷ്ണ ഗോപിനാഥ് എന്നുമാണെങ്കിൽ. വളരെ നല്ലൊരു പോയിന്റാണ്. ഇത് ലിങ്കിംഗ് പരാജയപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ്. പേര്, ജനനത്തീയതി, ജെൻഡർ എന്നിവ പാനിലും ആധാറിലും ഒരുപോലെ ആയിരിക്കണം. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും പ്രശ്നമാകുമോ? തീർച്ചയായും, ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും പ്രശ്നമുണ്ടാക്കാം. ഇങ്ങനൊരു വ്യത്യാസമുണ്ടെങ്കിൽ ലിങ്ക് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഏതെങ്കിലും ഒരു രേഖയിലെ തെറ്റ് തിരുത്തണം. പാനിലെ വിവരങ്ങൾ തിരുത്താൻ NSDL പോർട്ടൽ വഴിയും ആധാറിലെ വിവരങ്ങൾ തിരുത്താൻ UIDAI വെബ്സൈറ്റ് വഴിയോ അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയോ സാധിക്കും. ആദ്യം ഇത് ശരിയാക്കിയിട്ട് വേണം ലിങ്കിങ്ങിന് ശ്രമിക്കാൻ. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റസ് പരിശോധിക്കാനും ഡാറ്റ മാച്ച് ചെയ്യാനും പിഴയടയ്ക്കാനും ലിങ്ക് ചെയ്യാനുമുള്ള വഴികൾ നമ്മൾ വിശദീകരിച്ചു. ഇനി ഏറ്റവും ഗൗരവമേറിയ വിഷയത്തിലേക്ക് വരാം. 1000 രൂപ പിഴ മാത്രമല്ല പ്രശ്നം. പാൻ കാർഡ് പ്രവർത്തനരഹിതം അഥവാ ഇൻഓപ്പറേറ്റീവ് ആയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും? പ്രവർത്തനരഹിതം എന്ന വാക്ക് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാമെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഇതിനെ നമുക്ക് നികുതി സംബന്ധമായവ പിന്നെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചവ എന്ന് 2ആയി തിരിക്കാം. ഓക്കെ, ആദ്യം നികുതിയുടെ കാര്യം പറയാം. സാധാരണക്കാർക്ക് അതെങ്ങനെയാണ് ബാധിക്കുക? ഒന്നാമതായി, നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഇൻകം ടാക്സ് റീഫണ്ടുകൾ മുടങ്ങും. പാൻ വീണ്ടും പ്രവർത്തനക്ഷമമാകുന്നതുവരെ ആ പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കില്ല. ഹോ. രണ്ടാമതായി, ഈ റീഫണ്ടുകൾക്ക് സാധാരണഗതിയിൽ ലഭിക്കേണ്ട പലിശയും കിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കാൻ പോകുന്നത് TDS, അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. ഒന്ന് നിൽക്കൂ, അത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ഇപ്പോൾ 10% നികുതി പിടിക്കുന്ന സ്ഥാനത്ത് 20% പിടിക്കും. അതായത് ശമ്പളം കാര്യമായി കുറയും, അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെയാണ്. ശമ്പളക്കാർക്ക് മാത്രമല്ല,
ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് പലിശ കിട്ടുന്നവർക്കും ഇത് ബാധകമാണ്. സാധാരണ 10% TDS ആണ് പിടിക്കുന്നതെങ്കിൽ പാൻ പ്രവർത്തനരഹിതമായാൽ അത് 20% ഉയരും. അതുപോലെ ഏതെങ്കിലും കോൺട്രാക്റ്റ് പണി ചെയ്യുന്നവർക്കോ പ്രൊഫഷണൽ ഫീസ് വാങ്ങുന്നവർക്കുമൊക്കെ ഉയർന്ന നിരക്കിൽ TDS നൽകേണ്ടിവരും. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഡെഡ്ലൈൻ നീട്ടിയപ്പോൾ അവസാന നിമിഷം ചെയ്യാൻ ശ്രമിച്ച ഒരാളുടെ ശമ്പളം ജാനുവരിയിൽ ക്രെഡിറ്റ് ആയില്ല. കാരണം കമ്പനിയുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന് അദ്ദേഹത്തിന്റെ പാൻ ഇനോപ്പറേറ്റീവ് ആയിട്ടാണ് കാണിച്ചത്. ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഒരു മാസത്തെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായി. ശരിയാണ്. ഇനി ബാങ്കിംഗ് ഇടപാടുകളുടെ കാര്യമോ? അവിടെയാണ് പ്രത്യാഘാതങ്ങൾ കൂടുതൽ ഗുരുതരമാകുന്നത്. പാൻ പ്രവർത്തനരഹിതമായാൽ നിങ്ങൾക്ക് പുതിയൊരു ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല. ബേസിക് സേവിങ്സ് അക്കൗണ്ട് ഒഴികെ മറ്റൊന്നും സാധിക്കില്ല. അങ്ങനെയോ? അതെ. പുതിയ ഡെബിറ്റ് കാർഡിനോ ക്രെഡിറ്റ് കാർഡിനോ അപേക്ഷിക്കാൻ കഴിയില്ല. 50,000 രൂപയിൽ കൂടുതൽ പണം ഒരു ദിവസം ബാങ്കിൽ നിക്ഷേപിക്കാൻ സാധിക്കില്ല. ഓഹരി വിപണിയിലോ മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിക്കുന്നവർക്കോ? അവരുടെ കാര്യം കഷ്ടത്തിലാകുമല്ലോ. തീർച്ചയായും. പുതിയ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ല. നിലവിലുള്ള അക്കൗണ്ടുകളിൽ ഇടപാടുകൾ നടത്താൻ നിയന്ത്രണങ്ങൾ വരാനും സാധ്യതയുണ്ട്. 50,000 രൂപയിൽ കൂടുതലുള്ള മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ നടത്താൻ കഴിയില്ല. ചുരുക്കത്തിൽ എവിടെയെല്ലാം KYC ആവശ്യമായി വരുന്നോ അവിടെയെല്ലാം കുടുങ്ങും. അതെ. KYC അഥവാ നോ യുവർ കസ്റ്റമർ പ്രോസസ് പൂർത്തിയാക്കാൻ പറ്റില്ല. വസ്തു ഇടപാടുകളുടെ കാര്യം കൂടി വ്യക്തമാക്കാമോ? 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള സ്ഥാവര വസ്തുക്കളുടെ, അതായത് ഭൂമിയോ കെട്ടിടമോ, വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല. ഒരു വാഹനം വാങ്ങാനോ വിൽക്കാനോ പോലും ഇപ്പോൾ പാൻ നിർബന്ധമാണ്. അപ്പോൾ പാൻ പ്രവർത്തനരഹിതമാകുന്നത് നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെ ആകെ മരവിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കും. അപ്പോ ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഉടൻ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം നമുക്കതൊന്ന് പറഞ്ഞുറപ്പിക്കാം. അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കരുതല്ലേ? ഒട്ടും വൈകരുത്. ആദ്യം തന്നെ അവസാന തീയതി മനസ്സിലുറപ്പിക്കുക. ഡിസംബർ 31, 2025. രണ്ടാമത്തെ കാര്യം, ഈ ചർച്ച കേട്ടുകഴിഞ്ഞ ഉടൻ തന്നെ ഇപ്പോൾ തന്നെ incometax.go.in എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക. ഇപ്പോൾ തന്നെ? അതെ. ഇതിന് വെറും 2 മിനിറ്റ് മതി. നിങ്ങളുടെ പാൻ നമ്പറും ആധാർ നമ്പറും കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി. സത്യം പറഞ്ഞാൽ ഈ വിഷയം സംസാരിക്കുന്നതിന് മുൻപ് ഞാൻ എന്റെ സ്വന്തം സ്റ്റാറ്റസ് ഒന്നുകൂടി ഉറപ്പുവരുത്തി. എല്ലാം ഓക്കെയാണെന്ന് കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത്. സ്റ്റാറ്റസ് പരിശോധിച്ച ശേഷം ലിങ്ക് ചെയ്തിട്ടില്ലെന്ന് കണ്ടാൽ ഡിസംബർ 31 വരെ സമയമുണ്ടെന്ന് കരുതിയിരിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. നിങ്ങൾ പിഴയടച്ച് ലിങ്ക് ചെയ്യാനുള്ള അപേക്ഷ നൽകിയാലും നിങ്ങളുടെ പാൻ കാർഡ് വീണ്ടും പ്രവർത്തനക്ഷമമാകാൻ 30 ദിവസം വരെ എടുത്തേക്കാമെന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഒരു മാസം വരെ? അതെ. അതുകൊണ്ട് ഡിസംബർ അവസാന ആഴ്ചയിൽ ഇത് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ജാനുവരി മുഴുവനും നിങ്ങളുടെ പാൻ പ്രവർത്തനരഹിതമായിരിക്കും. അത് നിങ്ങളുടെ ശമ്പളത്തെയും മറ്റ് ഇടപാടുകളെയും നേരിട്ട് ബാധിക്കും. അതുകൊണ്ട് ഒട്ടും കാത്തു നിൽക്കരുത്. ഇതുപോലുള്ള നമ്മുടെ സാമ്പത്തിക ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ ശരിയായ സമയത്തറിയേണ്ടത് അത്യാവശ്യമാണ്. വെറും വാർത്തകൾക്കപ്പുറം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വ്യക്തമായ വിവരങ്ങൾ നൽകുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 2009 UIDAI വരുമ്പോൾ ആധാർ എന്നത് ഒരു തിരിച്ചറിയൽ രേഖ മാത്രമായിരുന്നു, ഒരടിസ്ഥാനം. എന്നാൽ ഇന്ന് ഏകദേശം 15 വർഷങ്ങൾക്കിപ്പുറം ഇൻകം ടാക്സ് മുതൽ ബാങ്കിംഗ് വരെ നമ്മുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും അടിസ്ഥാന ശിലയായി അത് മാറിയിരിക്കുന്നു. ഇപ്പോൾ പാൻ ആധാർ ലിങ്കിംഗ്, അടുത്തതൊരു പക്ഷേ വോട്ടർ ID ആധാർ ലിങ്കിംഗ് വന്നേക്കാം. എല്ലാ സേവനങ്ങളും സബ്സിഡികളും ഈ ഒരൊറ്റ നമ്പറിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ടേക്കാം. അത് വലിയൊരു മാറ്റമാണ്. കാര്യങ്ങൾ എളുപ്പമാക്കുമെങ്കിലും നമ്മുടെ എല്ലാ വിവരങ്ങളും ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നതിന്റെ ചില ആശങ്കകളും ആളുകൾക്കുണ്ട്. തീർച്ചയായും. കാര്യക്ഷമതയും സുതാര്യതയും കൂടുമ്പോൾ തന്നെ ഡേറ്റാ സുരക്ഷയും സ്വകാര്യതയും വലിയ ചോദ്യങ്ങളായി ഉയരും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഡിജിറ്റൽ ഐഡന്റിറ്റിയുടെ പ്രാധാന്യത്തെയും അതിന്റെ സുരക്ഷയെയും കുറിച്ച് നമ്മൾ എത്രത്തോളം ബോധവാന്മാരാണ്. ശരിയാണ്. പാൻ ആധാർ ലിങ്കിംഗ് എന്നത് ആ വലിയ ചിത്രത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ഗൗരവത്തോടെ ചിന്തിക്കാൻ ഇതൊരവസരമായി കാണണം. നിങ്ങൾ ഇതിനെക്കുറിച്ച് തീർച്ചയായും ചിന്തിക്കണം.